കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വാസുദേവ വിലാസത്തിൽ മനോജ് നടത്തിയ പച്ചക്കറി കൃഷിക്ക് 100 മേനി വിളവ്. പാട്ടത്തിനെടുത്ത 2.5 ഏക്കർ സ്ഥലത്താണ് പച്ചക്കറി കൃഷി നടത്തിയത്. കഞ്ഞിക്കുഴി എന്നും കാർഷിക മേഖലയിലെ ലോക ശ്രദ്ധ ആകർഷിച്ചു വരുന്ന ഒരു പഞ്ചായത്താണ് കഴിഞ്ഞ ഒരു 10-40 വർഷമായിട്ട്. അപ്പോൾ ആ ഒരു പാരമ്പര്യം തുടരണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള യുവ കർഷകർ ഇതിനകത്തോട്ട് വന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു തുടർച്ചയിൽ ഇത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനും സാധ്യതകൾ ഉള്ള ഒരു പഞ്ചായത്താണ്. നമുക്കറിയാം, ഇവിടെയാണ് നമ്മുടെ യുവകർഷകനായി സുജിത്തുണ്ട്, സുനിലുണ്ട്, സാനുമോൻ, അങ്ങനെ ധാരാളം യുവകർഷകർ പുതിയതായി, പിന്നെ ആശ, രേഷ്മ, ഇവരെല്ലാവരും സംസ്ഥാനതല അവാർഡ് കിട്ടിയ യുവകർഷകരാണ്. അപ്പം അങ്ങനെ യുവാക്കൾ ഇതിനകത്തോട്ട് വന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു പാരമ്പര്യം ഇനി തുടർന്ന് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം അതിൽ കഞ്ഞിക്കുഴി വലിയൊരു പങ്ക് വഹിക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. പിന്നെ കഞ്ഞിക്കുഴിയെപ്പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ജില്ലയിലെ 10 പഞ്ചായത്തുകളാണ് കൃഷി സമൃദ്ധി പഞ്ചായത്തുകളായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് ആദ്യത്തെ ഘട്ടത്തിൽ. അതിൽ ഒരു പഞ്ചായത്താണ് കഞ്ഞിക്കുഴി പഞ്ചായത്ത്. അപ്പോൾ അത് നമ്മളുടെ കാർഷിക മേഖലയിൽ കൂടുതൽ മുന്നേറ്റം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ആ ഒരു പ്രവർത്തനങ്ങളിലോട്ട്, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കൃഷി വകുപ്പ്, സഹകരണ സ്ഥാപനങ്ങൾ, മറ്റനുബന്ധ വകുപ്പുകൾ എല്ലാവരും കൂടെ ചേർന്ന് കൂടുതൽ കാർഷിക മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തി കൊണ്ടുപോകുക എന്നാണ് ഒരു കൃഷി സമൃദ്ധി എന്നുള്ള ആ ഒരു മിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വാസുദേവ വിലാസത്തിൽ മനോജ് പാട്ടത്തിനെടുത്ത 2.5 ഏക്കർ പറമ്പിൽ നടത്തിയ പച്ചക്കറി കൃഷിയിൽ 100 മേനി വിളവ്. സംസ്ഥാന കൃഷി വകുപ്പ് തയ്യാറാക്കിയ കൃഷി സമൃദ്ധിയിൽ ഉൾപ്പെടുത്തിയാണ് കൃഷിയിടം ഒരുക്കിയത്. വിളവെടുപ്പ് ഉദ്ഘാടനം കൃഷി വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ സുജ ഈപ്പനും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം സന്തോഷ് കുമാറും ചേർന്ന് നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം കെ കനകൻ, കൃഷി ഓഫീസർ റോസ്മി ജോർജ്, കർമ്മസേന കൺവീനർ ജി ഉദയപ്പൻ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ SD അനില, സെൽവരാജ്, കർഷകർ മനോജ് എന്നിവർ പങ്കെടുത്തു. 5000 ചുവട് ചീരയാണ് ആദ്യം വിളവെടുത്തത്. ചീരയുടെ വരമ്പിൽ തക്കാളിയും പയറും മുളകും എല്ലാം വിളവിലേക്ക് എത്തുന്നുണ്ട്. നേരത്തെ നന്നായി കൃഷി ചെയ്തിരുന്നു. ഇപ്പോൾ ഈ പറമ്പിൽ ഏറ്റവും മികച്ച നിലയിൽ തന്നെയാണ് മനോജ് കൃഷി ചെയ്തിട്ടുള്ളത്. കഞ്ഞിക്കുഴിയുടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ കഴിയുന്ന തരത്തിൽ തന്നെ പുതിയ കുറേ അധികം ആൾക്കാർ കൃഷിയിലേക്ക് കടന്നു വരുന്നു എന്നുള്ളത് ഞങ്ങൾക്കൊക്കെ ഒരുപാട് സന്തോഷം പകരുന്നൊരു കാര്യം തന്നെയാണ്. അതിനകത്ത് ചെറുപ്പക്കാർക്ക് കൃഷിയിൽ ഉറച്ചു നിൽക്കുവാനും വരുമാനം ഉണ്ടാക്കുവാനും കഴിയുമെന്ന് മനോജിനെ പോലുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. അതുവഴി പുതിയ ഒരു സെറ്റ് കൂടെ കൃഷിയിലേക്ക് വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ വിളവെടുപ്പെല്ലാം ഇച്ചിരി വിപുലമായി തന്നെ നടത്തി മറ്റുള്ളവർക്ക് ആവേശം കൊടുക്കാൻ കഴിയുന്ന തരത്തിൽ, അവരെ കൂടെ ആകർഷിക്കാൻ കഴിയുന്ന തരത്തിൽ ഞങ്ങളുടെ കർഷകരെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ഞങ്ങളെല്ലാം ആഗ്രഹിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ ഇവിടെ വിളവെടുപ്പ് നിർവഹിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. ഞാനൊരു കൺസ്ട്രക്ഷൻ വർക്കുമായിട്ട് ബന്ധപ്പെട്ടൊരു കോൺട്രാക്ട് കരാർ വർക്ക് ചെയ്യുന്ന ആളാണ്. അതിൻ്റെ ഇടയിൽ ട്രിപ്പ് ഇറിഗേഷൻ കാര്യങ്ങളുമായിട്ട് ഇപ്പോൾ ഇതെൻ്റെ 3ാമത്തെ തോട്ടമാണ്. ഒന്ന് രാജസ്ഥാൻ മാർബിൾസിൻ്റെ ന്യൂ രാജസ്ഥാൻ മാർബിൾസിൻ്റെ അടുത്ത് വേറൊരു തോട്ടമുണ്ട്. പിന്നെ വീടിൻ്റെ അനുബന്ധമായിട്ട് തോട്ടമുണ്ട്. ഇത് 3ാമത്തെ ഒരു പ്രൊജക്റ്റാണ് ചെയ്യുന്നത്. ഇതിൽ കൂടുതലും കുക്കുംബർ, പിന്നെ ചീര, പയർ, പിന്നെ മുളക്, അങ്ങനെയുള്ള ഐറ്റംസാണ് കൂടുതൽ ഇട്ടേക്കുന്നത്. അപ്പോൾ ചീര വിളവെടുക്കാനുള്ള ഏകദേശം ആയിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലെ ഒരു ഇതിരിക്കുകയാണ്. അതിന് കൂടാതെ നല്ലൊരു പ്രചോദനം നിലയ്ക്ക് കൃഷി വകുപ്പും അതിനോടനുബന്ധപ്പെട്ട എല്ലാ ആൾക്കാരും തന്നെ വളരെയധികം നല്ല രീതിയിൽ തന്നെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ കൃഷിയിലേക്ക് വരാനുള്ള കാരണം, കൃഷിയിലേക്കെന്ന് പറഞ്ഞാൽ ഒരു പാഷനാണ് മെയിനായിട്ട്. കൃഷിയോട് ഒരു അത്യാവശ്യം താല്പര്യമുണ്ട് എനിക്ക് നന്നായിട്ട്. അപ്പോൾ അതിൻ്റെ ബേസിൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 3 വർഷമാവുന്നു കൃഷി തുടങ്ങിയിട്ട്. ഇപ്പോൾ 3ാമത്തെ തോട്ടമാണ്.